നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള പോര് രൂക്ഷമാകുമ്പോൾ UDF നേരിടുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി ഉണ്ടായിരുന്നെങ്കിലും PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വഷളായത്. PV അൻവറെ UDFിലേക്ക് എത്തിക്കണമെന്ന കാര്യത്തിൽ KC വേണുഗോപാലിന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു, ഉറച്ച നിലപാടുണ്ടായിരുന്നു. എന്നാൽ VD സതീശൻ ഭീഷണി മുഴക്കിയതോടെ KC വേണുഗോപാലിന് തൻ്റെ നിലപാടിൽ നിന്നും പിന്നോക്കം പോകേണ്ടി വന്നു. PV അൻവർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അൻവറെ ഒരിക്കലും കൈവിടില്ലെന്നും അൻവറുമായി താൻ സംസാരിച്ച് അദ്ദേഹത്തെ UDFിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, കോഴിക്കോട് വെച്ച് PV അൻവറെ കാണാനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ സംഭവിച്ചാൽ താൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുമെന്ന് KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് PV അൻവറുമായുള്ള ചർച്ചയിൽ നിന്നും KC വേണുഗോപാൽ പിൻവാങ്ങി. എന്നാൽ KC അടങ്ങിയിരുന്നില്ല. തൻ്റെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ PV അൻവറിന്റെ അടുത്തേക്ക് അദ്ദേഹം പറഞ്ഞയക്കുകയും രാത്രി അദ്ദേഹം രഹസ്യമായി ചർച്ച നടത്തുകയും ചെയ്തു. തലയിൽ മുണ്ടിട്ട് PV അൻവറെ കാണാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കടുത്ത ഭാഷയിലാണ് VD സതീശൻ ഇക്കാര്യത്തിൽ വിമർശിച്ചത്. രാഹുൽ ചെയ്തത് തെറ്റാണെന്നും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും UDFിന്റെ വാതിലുകൾ അൻവറിന് നേരെ കൊട്ടിയടച്ചു എന്ന് പറഞ്ഞാൽ കൊട്ടിയടച്ചു എന്ന് തന്നെയാണ് അർത്ഥമെന്നും അതിൽ തിരുത്തുണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് കാര്യമെന്നുമാണ് VD സതീശൻ പരസ്യമായി ചോദിച്ചത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജൂനിയർ MLA ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ എന്നും താൻ രാഹുലിനെ നേരിട്ട് തന്നെ ശാസിക്കുമെന്നും VD സതീശൻ പറഞ്ഞു കളഞ്ഞു. ഏതായാലും KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള ഈ മൂപ്പിളമ തർക്കം UDFിനെയും കോൺഗ്രസിനെയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയെ മാറ്റി സതീശനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അധികം നീക്കം നടത്തിയ ആൾ KC വേണുഗോപാലായിരുന്നു. എന്നാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായി സ്ഥാനമേറ്റെടുത്ത ശേഷം VD സതീശനും KC വേണുഗോപാലും തമ്മിൽ നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പല കാര്യങ്ങളിലും VD സതീശനുള്ള ഉറച്ച നിലപാടുകൾ KC വേണുഗോപാലിന് ഇല്ലാത്തതും അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിന്ന് കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ VD സതീശനുള്ള എതിർപ്പുമാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പോരിനുള്ള പ്രധാന കാരണം. PV അൻവറെ എന്ത് വില കൊടുത്തും UDFിന്റെ ഭാഗമാക്കണമെന്ന് KC വേണുഗോപാൽ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമാണ് VD സതീശൻ ഉയർത്തിയത്. ഒരു കാരണവശാലും അൻവറിനെ UDFിലേക്ക് പ്രവേശിപ്പിക്കാൻ താൻ അനുവദിക്കില്ലെന്നും അങ്ങനെ പ്രവേശിക്കുന്ന ഘട്ടമുണ്ടായാൽ UDF ചെയർമാൻ സ്ഥാനം താൻ ഒഴിയുമെന്നും VD സതീശൻ പറഞ്ഞപ്പോൾ പിന്നെ KC വേണുഗോപാലിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള മൂപ്പിളമത്തക്കവും ചക്കളത്തി പോരാട്ടവും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തുടരുമെന്നാണ് സൂചന. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പ്രമുഖ നേതാക്കളുടെ ഏറ്റുമുട്ടൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ഏതായാലും കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാലിനും VD സതീശനുമാണ് ഏറ്റവും കൂടുതൽ റോളുള്ളത്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങിയാൽ അത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഒഴിവാക്കാൻ പല നേതാക്കളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും രണ്ടുപേരും രണ്ടറ്റത്ത് നിന്ന് പോർ വിളിക്കുകയാണ്.